ആരോഗ്യ പരിരക്ഷയും ശാരീരിക ക്ഷമതയും മുന്നിൽ നിർത്തി കർക്കിടക മാസത്തിൽ ഒരുക്കപ്പെടുന്ന ഔഷധ സേവാദിനവുമായി ചേർന്ന് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഔഷധകഞ്ഞിയും കനകപ്പൊടിയും ഔഷധക്കൂട്ടും 100 കണക്കിന് പേർക്ക് നൽകി സേവാദിനത്തിൽ പങ്കാളിയാക്കി. ഗുരുവായൂർ നാരായണാലയത്തിനു മുന്നിൽ സ്വാമി സന്മയാനന്ദ ഔഷധക്കൂട്ടുകൾ മൗനയോഗി ഹരിനാരായണ സ്വാമിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ് ദിനവിശേഷങ്ങൾ പങ്കുവച്ചു. രവിചങ്കത്ത്, ശശി കേനാടത്ത്, ബാലൻ വാറനാട്ട്, ജയറാം ആലക്കൽ, ശ്രീധരൻ മാമ്പുഴ, മുരളി അകമ്പടി എന്നിവർ സംസാരിച്ചു. ക്ഷേത്രപരിസരത്ത് എത്തിയവർക്ക് ഔഷധകഞ്ഞിയും മരുന്നുകൂട്ടുകളും കനകപ്പൊടിയും വിതരണം ചെയ്തു. പരിപാടിക്ക് മുള്ളത്ത് മുരളീധരൻ, രാധാ ശിവരാമൻ, സരള മുള്ളത്ത്, കാർത്തിക കോമത്, രാധാമണി ചാത്തനാത്ത്, ഹരിദാസ് മാമ്പുഴ, പ്രേംജി മേനോൻ, M ശങ്കരനാരായണൻ, ശാന്ത മണ്ണുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. ശ്രീഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യത്താൽ ദുർഘട മാസമാണ് കർക്കിടക മാസം എന്ന് പറയും. ഈ കർക്കിടക മാസത്തിലെ ദുർഘടം നീങ്ങി കിട്ടാനായിട്ട് ഔഷധ സേവാദിനം ഇന്ന് പൈതൃകം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുന്നാനങ്കണ്ണൻ്റെ തിരുസന്നിധിയിലെ പരംപൂജനീയ തിരുനാമാചാര്യ തപസ്സരിയായ നാരായണാലയത്തിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് വിതരണം ചെയ്യുകയാണ്. നമുക്ക് ശാരീരികമായും മാനസികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും നീങ്ങി ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും നല്ല ഉണർവും ഉന്മേഷവും നൽകാനായിക്കൊണ്ട് നമ്മുടെ പൂർവ്വന്മാർ പകർന്നു തന്നതാണ്, അവർ തന്നതായ പാരമ്പര്യമാണ്. ഈ ആടി 18-ന് മുന്നായിട്ട് ഈ 16-ാം തീയതി ഷോഡശകലകളോടുകൂടിയിരിക്കുന്നതായ ജീവനെ പരിശുദ്ധീകരിക്കാൻ പര്യാപ്തമായിരിക്കുന്നതായ ഒരു മാർഗത്തെ അനുഭവസമ്പന്നന്മാരായ ആത്മീയ ആചാര്യന്മാർ പകർന്നു തന്നതായ സംസ്കൃതിയാണ് ഈ ഔഷധ സേവ എന്നുള്ളത്. ഇത് കേവലം ഒരു അന്ധവിശ്വാസമല്ല, അനാചാരമല്ല, കേവലം ചടങ്ങ് പോലെ ചെയ്യുന്നതായ ഒരു കാര്യമല്ല, വളരെ അർത്ഥവത്തായിട്ട് നമ്മുടെ ആചാര്യന്മാർ പകർന്നു തന്നാണ്. അത് പാരമ്പര്യമായിട്ട് ആയുർവേദപരമായിട്ട് നമ്മുടെ പൂർവികന്മാർ പകർന്നതായ ഔഷധക്കൂട്ടുകൾ ഒരുക്കിക്കൊണ്ടുള്ളതായ ഔഷധക്കഞ്ഞിയാണ് ഇന്ന് കൊടുക്കുന്നത്. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നതായ എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടും. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടാനാണ് സർവ്വരോഗോപശമനം ഹരേർ നാമാനുകീർത്തനം, ഭഗവത് നാമസങ്കീർത്തനമാണ്. രാമനാമവും രാമായണവും കണ്ട് മനസ്സിൻ്റെ അസ്വസ്ഥതകളെല്ലാം നീങ്ങി ശരീരത്തിനും മനസ്സിനും ഉണർവും ഉന്മേഷവും ഉണ്ടായി ജീവിതം ആനന്ദസുന്ദരമായി തീരാൻ തക്കതായ ഒരു മഹൽ കർമ്മമാണ് നമ്മുടെ പൂർവ്വന്മാർ നമ്മൾക്ക് പകർന്നു തന്നത്. അത് പൈതൃക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും വളരെ പുരാതന നായർ തറവാട്ട് രവിചക്രത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത കറിയില്ല എന്ന് പറയുന്ന പോലെ, നാരദ ഭാഷയില്ലാത്ത പുരാണമില്ല എന്ന് പറയുന്ന പോലെ, ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്ന പോലെ രവിചക്രത്തിൽ അത് പരിപാടിയില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥൻ്റെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോം നാരായണ. പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തി വരുന്ന ഈ ഔഷധ സേവാ ദിനം, ഇന്നത്തെ ഈ ചടങ്ങ് തന്നെ അതിൻ്റെ ഉദ്ഘാടകൻ സംഭൂജ്യ സ്വാമിയുടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ മഹത്തരമായിരിക്കുകയാണ്. അതുപോലെ തന്നെ അധ്യക്ഷൻ ശ്രീ ശിവരാമൻ നായർ, രവിചങ്കത്ത്, അനിൽ കല്ലാറ്റ്, മുരളി അകമ്പടി, സരള മുള്ളത്ത് തുടങ്ങിയ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമുക്കറിയാം, ലോകത്ത് എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായി നശിച്ചു പോയപ്പോഴും ഭാരതത്തിൻ്റെ സംസ്കാരം മാത്രം നിലനിന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സനാതനമായി നിൽക്കുന്ന ആചാരങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മറ്റ് രാജ്യങ്ങൾക്ക് വികസിക്കണമെങ്കിൽ 100 വർഷം മുന്നോട്ടാണ് പോകേണ്ടത്, ഭാരതത്തിന് വികസിക്കണമെന്നുണ്ടെങ്കിൽ 1000 വർഷം പുറകോട്ടാണ് പോകേണ്ടത്. അത്തരത്തിൽ നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പുരാതന നായർ തറവാട്ട് കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഔഷധ സേവാദിനം വളരെയധികം ഭക്തജനങ്ങൾക്ക് ഗുണകരമായിട്ട് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈശ്വര ഐശ്വര്യം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ നടത്തുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ ശിവരാമൻ നായർക്ക് നന്ദി പറഞ്ഞു. ആദ്യം തന്മയാനന്ദ സ്വാമി, അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ഈ സമയത്ത് ഇവിടെ വന്ന് ഈ കൃത്യം നിർവഹിച്ചതിന് അദ്ദേഹത്തിനോട് ഭക്തി ബഹുമാനത്തോടുകൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഹരിനാരായണ സ്വാമി,
സ്വാമി നമ്മുടെ കുടുംബാംഗമാണ്. മാത്രമല്ല നമ്മുടെ ഈ കഞ്ഞി ഔഷധകഞ്ഞി അദ്ദേഹത്തിൻ്റെ സായി സഞ്ജീവനി ആശ്രമത്തിലാണ് നമ്മൾ തയ്യാറാക്കിയത്. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ ഈ കഞ്ഞി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇവിടെ വന്നതിനും ഈ കർമ്മം നിർവഹിച്ചതിനും കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.